ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, നമ്മൾ കുറച്ച് ദിവസം മുമ്പ് അഫാൻ എന്ന് പറയുന്ന ക്രിമിനലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ക്രിമിനൽ എന്നേ പറയാൻ പറ്റുള്ളൂ, കാരണം 5 പേരെയാണ് ആൾ കൊന്നത്. അപ്പോൾ കൊന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇപ്പോൾ അഫാൻ്റെ ഫാദർ എത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു ചാനലിനകത്ത് കണ്ടു, അഫാൻ്റെ ഉപ്പ പറയുന്നത് കേട്ടു. അവർക്ക് അങ്ങനെ കടങ്ങളൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 27 ലക്ഷം രൂപയുടെ അടുത്ത്, അത്രയേ ഉള്ളൂ. നാട്ടിലും അയാളുടെ സൗദിയിലുമായിട്ട് അത്ര കടം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഉമ്മയ്ക്ക് ഇങ്ങനെ 65 ലക്ഷം കടം വന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ഡൗട്ട് അല്ലേ. അതിപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളും ചിന്തിച്ചു പോകും. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം അവർക്ക് ക്യാൻസർ ആണെന്ന് അറിയാൻ പറ്റി, ഒരു പക്ഷേ ട്രീറ്റ്മെൻറ്റിനായിരിക്കാം ക്യാഷ് ഉപയോഗിച്ചത്. പക്ഷേ അത് RCC വഴിയൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ 65 ലക്ഷം എവിടെ നിന്ന് എങ്ങനെ വന്നു എന്നുള്ളതാണ്. കുറേ ആൾക്കാർ പറയുന്നുണ്ട് അവർ ആർഭാടമായിട്ട് ജീവിച്ചു, അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ക്യാഷ് ഇത്രയും കടം വന്നത് എന്നുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ സ്ത്രീകളായതുകൊണ്ടും ചിന്തിച്ചു പോവാണ്. എന്താണെന്നറിയോ, ഒന്നുകിൽ ഈ ഉപ്പയുമായിട്ട് ഈ ഉമ്മയും ഈ ഫാമിലിയും കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ കടം വരാം. അവരൊരു പക്ഷേ കുറേ മാസങ്ങളായിട്ട് കോണ്ടാക്ട്സ് ഇല്ലെങ്കിൽ അവർക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്യാഷിൻ്റെ ആവശ്യം വരുമ്പോൾ അവരിങ്ങനെ മറ്റുള്ളവരോട് കടം വാങ്ങിയതായിരിക്കാം. ഒരുപക്ഷെ പലിശക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് വരും അല്ലേ. അങ്ങനെ ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ ഇത്രയും കൂടുതലാവാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഇത്രയും കടം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യ എന്ത് ചെയ്യും? നല്ല രീതിയിൽ പോകുന്ന ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ ഷുവറായിട്ടും ഇനി 1 രൂപ കടം നമ്മൾ വരുവാണെങ്കിലും അത് ഹസ്ബൻഡിനോട് ഷെയർ ചെയ്യും. ഇപ്പം ഞാൻ ഒരാളോട് ഇപ്പോൾ ഒരു രൂപ അല്ലെങ്കിൽ 50 പൈസ എൻ്റെ കയ്യിലായെന്ന് വിചാരിക്കുക, ഞാൻ അപ്പം തന്നെ ഇക്കാനോട് വിളിച്ച് പറയും. പക്ഷേ ഇതുവരെ ആയിട്ടില്ല, പടച്ചോൻ സഹായിച്ചിട്ട് അങ്ങനെയുള്ളൊരു ഇത് വന്നിട്ടില്ല. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും 1 രൂപ ആരുടെങ്കിലും ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ സ്പോട്ടിന് ഇക്കാനെ വിളിച്ച് പറയും. എനിക്കത് ഇക്കാനെ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. ഇനി എന്ത് സംഭവം നടന്നു കഴിഞ്ഞാൽ ഞാൻ സ്പോട്ടിന് മൂപ്പരെ വിളിച്ച് പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം, കാരണം ഞാൻ ആളിൽ നിന്നും ഒന്നും ഒളിച്ചു വെക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ. നമ്മൾ നമ്മുടെ ഹസ്ബൻഡിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാൻ പാടില്ല. ഒരു നല്ല സ്ത്രീയാണെങ്കിൽ ഒരു കാര്യവും മറച്ചു വെക്കാൻ പാടില്ല. 65 ലക്ഷത്തോളം കടമുണ്ടാക്കിയിട്ട് ഇവരെന്തിനാണ് ഹസ്ബൻഡിനെ ഇത് മറച്ചു വെച്ചത്? പക്ഷേ ഇനി അവർ സംസാരിക്കണം അല്ലേ. ഈ ഷെമി എന്ന് പറയുന്ന ഉമ്മ സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, ഉമ്മ ഈ മകനെ പറ്റി ചോദിക്കുന്നുമില്ല. ഇത്രയും ആൾക്കാരെ കൊന്ന് അതുപോലെ തന്നെ ഈ ഉമ്മനെ അടിച്ചു വീഴ്ത്തി, ഉമ്മയുടെ അവസ്ഥ തന്നെ അങ്ങനെയുള്ള രൂപത്തിലാണിപ്പോൾ ഉള്ളത്. ആ ഉമ്മ ഈ മകനെ ചോദിക്കുന്നില്ല എന്നാണ് അറിയാൻ പറ്റിയത്. പക്ഷെ അത് മാത്രമല്ല, ഉമ്മ പറയുന്നത് ഉമ്മ കട്ടിലിൽ നിന്ന് വീണതാണ്, മോനെ ഉപദ്രവിച്ചതല്ല എന്നുള്ള രീതിയിൽ മോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് പോലെയാണ് എല്ലാവരും പറയുന്നത്. ഓരോ ചാനലിനകത്തും നമ്മൾ കേൾക്കാനിടയായത് അങ്ങനെയാണ്. പക്ഷെ എന്തിനായിരിക്കാം ഉമ്മ ഇങ്ങനെ ചെയ്യുന്നത്? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഓപ്പണായിട്ട് പറഞ്ഞാൽ പോരെ. മോൻ എന്തായാലും അകത്താവും അല്ലേ. ഒരാളെ കൊന്നു കഴിഞ്ഞാലും 5 ആളെ കൊന്നു കഴിഞ്ഞാലും ശിക്ഷ ഒന്ന് തന്നെയായിരിക്കും. ജയിലിരിക്കണം അല്ലേ. അല്ലാതെ പിന്നെ വേറെ സ്പെഷ്യലായിട്ടൊന്നും കിട്ടത്തൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഉമ്മയ്ക്ക് പറയാം എന്തിനാണ് ഇങ്ങനെ ചെയ്തത്. അത് മാത്രമല്ല, ഈ ഗൾഫിലിരിക്കുന്ന ഓരോ സ്ത്രീകളും, ചില സ്ത്രീകൾ കേട്ടോ, എല്ലാവരും അല്ല, ചില സ്ത്രീകളും ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് എല്ലാം നാട്ടിലേക്ക്, ഇവിടെ ഗുബൂസും തൈരൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ ജീവിക്കും. നാട്ടിൽ ഭാര്യമാർ നല്ല ദൂർത്തടിച്ച് ലാവിഷായിട്ട് ജീവിക്കും. ഹസ്ബൻഡ് ഒരുപക്ഷെ ഇങ്ങനെ ബങ്ക് ബെഡിലൊക്കെ ഇങ്ങനെ കിടന്ന് അങ്ങനെയൊക്കെ ആയിരിക്കാം അവരുടെ ലൈഫ്. ഒരു റൂമിനകത്ത് 10-20 പേരൊക്കെ താമസിച്ച് വിയർത്തും കഷ്ടപ്പെട്ടും അങ്ങനെ ജീവിക്കും. പക്ഷേ സ്ത്രീകളോ നാട്ടിൽ വണ്ടിയൊക്കെ എടുത്ത് അങ്ങ് ഫ്രണ്ട്സൊക്കെ ആയി കറങ്ങി രാത്രിയാകുമ്പോൾ വീട്ടിൽ വരിക, രാവിലെ ആകുമ്പോൾ ഇറങ്ങി പോവുക. അങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾ ഇഷ്ടം പോലെയുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അങ്ങനെയുള്ള ഹസ്ബൻഡുമാർ ശ്രദ്ധിക്കാൻ വേണ്ടി കൂടിയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭാര്യമാർ എവിടെ പോകുന്നു, ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു, ആരുടെ കൂടെയൊക്കെ കറങ്ങുന്നു. അങ്ങനെയൊക്കെ കറങ്ങുകയൊക്കെ ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ ക്യാഷ് അവിടെ കടം വരുള്ളൂ. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവുകളെല്ലാം അവിടെ ഉണ്ടാവും അല്ലേ. ഇവരെയൊക്കെ കൊല്ലുന്ന അതിന് ഒരു ദിവസം മുമ്പ് അവരുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ അടുത്ത് ഈ ഉമ്മയും മോനും, അഫാൻ എന്ന് പറയുന്ന മോനും ക്യാഷ് കടം വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉമ്മ എല്ലാറ്റിനും മോൻ്റെ കൂടെ സപ്പോർട്ടാണ്. പക്ഷേ ഇതുവരെയും ഉമ്മ ഈ മകനെ പറ്റി ചോദിച്ചിട്ടുമില്ല. പക്ഷെ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? ഇപ്പോൾ എല്ലാവരും വിരൽ ചൂണ്ടുന്നത് ഷെമിയുടെ ആ ഒരു
ഇതിലേക്കാണ്. എല്ലാവർക്കും സംശയം ഇപ്പോൾ ഉമ്മയാണ്. കാരണം ഉപ്പ വന്ന് പറഞ്ഞു ഞങ്ങൾ ഇത്രയൊന്നും കടമില്ല, സ്വന്തം വീടിന് പോലും അങ്ങനെ കടബാധ്യതകളൊന്നുമില്ല, ഫ്രീ ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ വീട് വിറ്റിരുന്നെങ്കിൽ അത്യാവശ്യം ക്യാഷ് ഒപ്പിക്കാമായിരുന്നു അല്ലേ, അവരുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവുമായിരുന്നു. പക്ഷെ അതൊന്നും അവർ ചെയ്യാതെ ഈ പാവങ്ങളെയൊക്കെ പിടിച്ചങ്ങ് കൊന്നു. ഞാനാണെങ്കിലും മിഞ്ഞാന്നാണ് ഇവരുടെ ആ ഒരു വീഡിയോസും ഫോട്ടോസൊക്കെ കാണുന്നത്. മറ്റേ എല്ലാവരും ആ ബ്ലഡിൽ കുളിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും കഴിഞ്ഞില്ല, സങ്കടം കൊണ്ട്. സത്യം ഭയങ്കര വിഷമം തോന്നി. ആ ഉമ്മനെയും ഈ മൂത്തപ്പനെയും എല്ലാവരെയും കണ്ടിട്ടേ. ആ മൂത്തപ്പയാണെങ്കിൽ സോഫയിലിരിക്കുന്നു, ആ ബാപ്പയുടെ ഉമ്മയാണെങ്കിൽ നിലത്തിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ ബ്ലഡൊക്കെ ഇങ്ങനെ സ്പ്രെഡായിട്ട് കാണുമ്പോഴേ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല ഈ ഉമ്മ താമസിക്കുന്നത്, ഈ എന്താ പറയുക, അഫാൻ്റെ ബാപ്പയുടെ ഉമ്മ താമസിക്കുന്നത് പള്ളിയുടെ അടുത്താന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ അവരുടെ വാപ്പയുടെ ഉപ്പയ്ക്ക് പള്ളിയിലായിരുന്നു ജോലി, അതുകൊണ്ടാണ് ഈ ഉമ്മ അവിടെ താമസിക്കുന്നത്. ഞാൻ കുറേ ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഇവരെയൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ ഇവരെന്തുകൊണ്ട് ശബ്ദം ഉണ്ടാക്കിയില്ല? ഇത്രയും ആൾക്കാരെ ഇവനിങ്ങനെ കൊന്നു അല്ലേ, പക്ഷേ ഇവരുടെ ശബ്ദം ഇങ്ങനെ അടിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കൂലേ, ആ ശബ്ദം എന്തുകൊണ്ട് കേട്ടില്ല? ഇത്രയും അടുത്ത് പള്ളിയുണ്ട്, ആൾക്കാരുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആ ഉമ്മ അവിടെ നിൽക്കുന്നത്. പക്ഷേ ആർക്കും എന്തുകൊണ്ട് സൗണ്ട് കേട്ടിട്ടില്ല? അതിലും ഭയങ്കര നിഗൂഢത നിറഞ്ഞിട്ടുണ്ട്. കാരണം എന്തെങ്കിലും സ്പ്രേ അങ്ങനെ എന്തെങ്കിലും വല്ലതും ചെയ്ത് കാണുമോ എന്നുള്ളതാണ്. സൗണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം ഇവരെ ഒന്നുകിൽ ബോധം കെടുത്തി കാണോ, ഇനി അതിന് ശേഷമായിരിക്കോ ഇവരെയൊക്കെ കൊല്ലുന്നത്. അതും നിങ്ങൾ ചിന്തിച്ച് നോക്കാട്ടോ. സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയാണ് ഞാൻ അതാണ് ചിന്തിക്കുന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അല്ലേ, ഈ ഉമ്മയെ കൊന്നത് രാവിലെയാണ്. നാട്ടുകാരും വീട്ടുകാരൊക്കെ അടുത്തില്ലേ. ഇത്രയും ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്തിട്ട് ആരും എന്തുകൊണ്ട് അറിഞ്ഞില്ല? ഇവൻ വരുന്നത് ആരെങ്കിലും കണ്ടു കാണൂലേ, അതും ആരും എന്തുകൊണ്ട് കണ്ടില്ല? അതൊക്കെ നമ്മുടെ ചോദ്യമാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും വിരൽ ചൂണ്ടുന്നത് ഷെമിയിലോട്ടാണ്. ഇനിയിപ്പോൾ ഷെമി സംസാരിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും ഇപ്പോൾ എല്ലാവരും പറയുന്നത് വില്ലത്തി ഉമ്മ തന്നെയാണെന്നാണ്. മോനിൽ നിന്നും ഉമ്മയിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉമ്മയ്ക്കാണെങ്കിലും നല്ല രീതിയിൽ സ്റ്റിച്ചുണ്ട്, തലയ്ക്ക് 12ഓളം സ്റ്റിച്ചുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. കാരണം ഈ മോന് ചുറ്റിക കൊണ്ട് അടിച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് നേരെയായി വരാൻ ഇനിയും സമയമെടുക്കും. പക്ഷേ വാപ്പയുടെ കാര്യമാണ് കഷ്ടം. ഇനി അയാൾ ഇവരൊക്കെ നന്നായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലേ. നമുക്കും വെയിറ്റ് ചെയ്യാം. പക്ഷേ അതുപോലെ തന്നെ പ്രവാസികളായ ഭർത്താവിനോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ക്യാഷ് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ചോദിക്കുക, എന്തിനു വേണ്ടിയാണ്, നീ എത്ര രൂപ കളഞ്ഞു, അല്ലെങ്കിൽ എത്ര രൂപ ബാലൻസ് ഉണ്ട്, ഇതൊക്കെ നിങ്ങൾ ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ ഒരു കണക്കും കാര്യം വരുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ കൊടുക്കും, ഇവരങ്ങനെ പോയി ലാവിഷ് ചെയ്ത് എല്ലാം കളയും. അപ്പോൾ ഒന്നിനും കണക്കും കയ്യും ഉണ്ടാവില്ല ഒരിക്കലും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ചെറിയൊരു എമൗണ്ടിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടുന്നുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ അങ്ങ് കളയാം, അങ്ങനെ ഒരു ചിന്ത വരും. ഒരിക്കലും അങ്ങനെ ആവരുത്. എല്ലാറ്റിനും ഒരു കണക്കും കയ്യും വേണം. ഇപ്പം ഞാൻ കാസർഗോഡാണ്. ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര ലാവിഷാണ് ഉള്ളത് പറയാലോ. ഇപ്പോൾ നമ്മളിവിടെ ഗൾഫിൽ കഴിയുന്നതിനേക്കാളും ക്യാഷ് വേണം നാട്ടിൽ ഒരു മാസം ജീവിക്കാൻ. എനിക്കങ്ങനെയാണ് മനസ്സിലായത്. ഇവിടെ തന്നെ നല്ല ക്യാഷാണ്, പക്ഷേ ഞങ്ങൾ ലാവിഷൊന്നും ആയിട്ടല്ല ജീവിക്കുന്നത്. നമ്മൾ ഫ്ലാറ്റിൻ്റെ റെൻറ്റും കൊടുത്ത് സമാധാനത്തെ അങ്ങ് ജീവിച്ചു പോകും. പക്ഷേ നാട്ടിലങ്ങനെയല്ല. ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര ലാവിഷായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാറ്റിനും ക്യാഷ്, ഫംഗ്ഷന്, പരിപാടി, ഓരോ വീട്ടിലേക്ക് പോകുമ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോവുക, പിന്നെ ഓരോ ഫംഗ്ഷന് പോകുമ്പോൾ ഗോൾഡ് കൊണ്ടുപോവുക, ഇത് തന്നെയാണ്. ചില പെണ്ണുങ്ങളുണ്ട്, ഞങ്ങളുടെ നാട്ടിലുണ്ട് കേട്ടോ, ഹസ്ബൻഡ് സമ്പാദിച്ചത് മൊത്തം സ്വന്തം വീട്ടുകാർക്ക് കൊണ്ടുപോയി കൊടുക്കും, എന്നിട്ട് പറയും ഒന്നും കൊടുത്തില്ലെന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളാണെങ്കിലും ശ്രദ്ധിക്കുക. കാരണം പറയാൻ പറ്റില്ല, ഇങ്ങനെയെല്ലാം കൊടുത്ത് അവസാനം ഹസ്ബൻഡിന് പെരുവഴിയിലാവുകയും ചെയ്യും. അങ്ങനെ കുറേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ അങ്ങനെ നടന്നിട്ടുണ്ട്. ഉള്ള ക്യാഷ് മൊത്തം ഭാര്യയുടെ വീട്ടുകാർക്ക് അങ്ങ് അയച്ചു കൊടുത്ത് അവസാനം പെരുവഴിയിലാവും. ഭാര്യയ്ക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, അങ്ങനെയുള്ള ഒരു അവസ്ഥ ആയി മാറുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഷെമിയുടെ അവിടുത്തെ അവസ്ഥയൊക്കെ ഇതുപോലെയൊക്കെ ആണെങ്കിൽ പറയാൻ പറ്റില്ല, എന്താണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഷെമി സംസാരിച്ചതിന് ശേഷം മാത്രമേ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഭാര്യയ്ക്ക് ക്യാഷ് അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കണക്കും കയ്യും വെക്കുക. ഓക്കെ. അപ്പോൾ ഇൻഷാ അല്ലാ വീഡിയോ എങ്ങനെയെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.